എപ്പിസോഡ് തുടക്കത്തിൽ കഴ്സിംഗ് ചെയ്ത ആസ്തയുടെ കൈ ശരിയാക്കാൻ വേണ്ടി അവന്റെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ഓരോ കാര്യങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നോയലും ഫിൻറലും ഒരാളെ കാണാൻ വേണ്ടി പോകുന്നു. അങ്ങോട്ട് ചെന്ന നോയൽ ഡോർ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഡ്രസ് ഒന്നും ഇടാൻ നിൽക്കുന്ന അയാളെയാണ്. അത് കണ്ട് ടെൻഷനായ നോയൽ അയാളെ അറ്റാക്ക് ചെയ്യുന്നു. അയാളുടെ പേരാണ് ഫാൻസിൽ കൂക്കർ. പക്ഷേ ആസ്തയുമായിട്ട് ഇയാൾക്ക് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് അറിയാൻ 5 മാസം പുറകിലോട്ട് പോകണം. ആസ്തയും യൂനോയും ഹാജ് വില്ലേജിൽ താമസിക്കുന്ന സമയത്ത് എൻട്രൻസ് എക്സാമിന് വേണ്ടി പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്ത. അവന്റെ ഗ്രിമോരിൽ നിന്നും കിട്ടിയ ആ സോഡ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് അവന് അറിയാൻ പാടില്ല. എന്നെക്കൊണ്ട് ഇത് പൊക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ ഇത് വെച്ച് എങ്ങനെ ഞാൻ ഫൈറ്റ് ചെയ്യും എന്ന് ചിന്തിക്കുകയാണ് ആസ്ത. അപ്പോഴാണ് അമ്മച്ചിയെ എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞ ഒരാൾ അങ്ങോട്ട് ഓടി വരുന്നത്. ആരാടാന്നും പറഞ്ഞ് നോക്കുന്ന സമയത്ത് വസ്ത്രമൊന്നും ഇടാത്ത ഒരാളെ ഒരു കാട്ടുപന്നി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേയ് മാറി നിൽക്ക് എന്ന് പറഞ്ഞ ആസ്ത പന്നി ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. ഓ കൊള്ളാവല്ലോ, ഞാൻ നിന്നിൽ നിന്നും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന റിവറിൽ ഞാൻ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പന്നി എന്നെ ഓടിച്ചത്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്റെ പേര് ഫാൻസിൽ കൂഗർ, ഞാനൊരു ട്രാവലറാ. നൈസ് ടു മീറ്റ് യു ഫാൻസിൽ. എന്റെ പേര് ആസ്ത, ഹാജ് വില്ലേജിൽ നിന്നും വരുന്നു. ഓ, നിന്നെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം ആസ്ത. പിന്നെ അത് നിന്റേതാണോ എന്ന് അവിടെ ഉണ്ടായിരുന്ന പൊട്ടറ്റോസ് നോക്കി ചോദിക്കുകയാണ് ഫാൻസിൽ. അപ്പോഴാണ് അവന് വിശക്കുന്നുണ്ടെന്നുള്ള കാര്യം ആസ്തയ്ക്ക് മനസ്സിലാവുന്നത്. ഓ, ഒരുപാട് നന്ദിയുണ്ട് ആസ്ത. സത്യം പറഞ്ഞ ഞാൻ 2 ദിവസമായി ശരിക്കും ഫുഡ് കഴിച്ചിട്ട്. ഓക്കെ, നിങ്ങളെന്താ ഈ നേക്കഡ് ആയിട്ട് നടക്കുന്നേ എന്ന് ചോദിക്കുകയാണ് ആസ്ത. അത് പിന്നെ ഞാൻ അവിടെ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നല്ലോ, അപ്പോഴല്ലേ എന്നെ അത് ഓടിച്ചത്. എനിക്ക് പിന്നെ വസ്ത്രം ഇടാനൊന്നും സമയം കിട്ടിയില്ല. അതൊക്കെ പോട്ടെ, ഇതെന്ത് സാധനം, ഇത് കൊള്ളാവല്ലോ. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതാണ് ഇന്നോ പൊട്ടറ്റോസ്, ഹാജി വില്ലേജിന്റെ സ്പെഷ്യലാ. ഓ, എന്തായാലും നന്നായിട്ടുണ്ട്. ഹേയ്, എന്തു പറ്റി, വെള്ളം വേണോ എന്ന് ചോദിച്ച് ആസ്ത അവന് വെള്ളം എടുത്തു കൊടുക്കുന്നു. അത് മേടിച്ച് കുടിച്ച അവന് അത് സാധാരണ വെള്ളമല്ലെന്ന് മനസ്സിലാവുന്നു. എന്താ ഇത്, കൊള്ളാവല്ലോ. അതെന്റെ സ്പെഷ്യൽ മോഗ്രോ ലീഫ് ജ്യൂസ് ആണ്. നിങ്ങളുടെ മാജിക് പവർ ഇൻക്രീസ് ചെയ്യാൻ അത് നിങ്ങളെ സഹായിക്കും. താങ്ക് യു ആസ്ത. നിനക്ക് വിരോധമില്ലെങ്കിൽ എന്റെ വീട്ടിലോട്ട് വരാം. നീ എന്നെ ഇത്രത്തോളം ഹെൽപ്പ് ചെയ്തതല്ലേ. ഈ കാടിനകത്ത് മരം കൊണ്ടുണ്ടാക്കി ഇതുപോലൊരു വീടുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഡ്രസ് എടുത്തോണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഫാൻസിൽ അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് തനിക്ക് കിട്ടിയ സോഡ് ഉപയോഗിച്ച് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ആസ്തേനെയാണ്. ഓ, മാജിക്കിനെ ഇല്ലാതാക്കുന്ന ഒരു സോഡോ? അതെനിക്ക് പുതിയൊരു അറിവാ. എന്റെ ഈ സോഡ് വെച്ച് മാജിക് നൈറ്റ് എൻട്രൻസ് എക്സാമിൽ ഞാൻ പങ്കെടുക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ മൗണ്ടനിൽ വെച്ച് ഞാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, നിങ്ങൾ എന്താ ഈ കാട്ടി ചെയ്യുന്നേ എന്ന് ചോദിക്കുകയാണ് ആസ്ത. ഓ, നിനക്കറിയോ, എനിക്ക് 28 വയസ്സേ ആയിട്ടുള്ളൂ. സത്യം പറഞ്ഞാ ഞാൻ ഇവിടെ എന്തോ കാത്തിരിക്കുവാണ്. എന്താണെന്ന് പറയുന്നത് വളരെയധികം കോംപ്ലിക്കേറ്റഡാ. അതിവിടെ, നീ എന്തായാലും ഇവിടെ വെച്ച് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ, അപ്പൊ എന്തുകൊണ്ട് എന്റെ കൂടെ ഇരുന്ന് ട്രെയിനിങ് ചെയ്തുവിടാ? ഓ, നിങ്ങൾക്ക് എന്റെ പൊട്ടറ്റോ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്നെ ഇവിടെ നിൽക്കാൻ പറയുന്നേ? നമ്മളെ കണ്ടുമുട്ടുന്ന ആളുകൾ അവർക്കൊക്കെ നമ്മൾ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരിക്കലും ആരും ആരെയും വെറുതെ ഒന്നും കണ്ടുമുട്ടാറില്ല. ഒരാൾ കാരണം മറ്റൊരാളുടെ ലൈഫിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും. ഹേയ്, നിനക്ക് ഭ്രാന്താണോ? ഇയാളെ കണ്ടാൽ തന്നെ അറിയാം ഇയാൾ ഒരു കള്ളനാണെന്ന്. ഇയാളെ പോലെ ഒരാളുടെ കൂടെയാണോ നീ ട്രെയിനിങ് ചെയ്യാൻ പോകുന്നേ? ഓ ശരി, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്നെ ട്രെയിനിങ് ചെയ്യാം. ഓ ശരി, അങ്ങനെയാണെങ്കിൽ മരം മുറിക്കുന്ന പണി ഞാൻ നിനക്ക് തരാം. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ നിന്ന് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്തേനെയാണ്. ഓ, ഇത് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നിന്റെ ഭാരമെല്ലാം നിന്റെ കാൽമുട്ടിലോട്ട് പോകുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. ഒരു പ്രാവശ്യം വാൾ വീശിക്കഴിഞ്ഞാൽ 2ാമത്തെ പ്രാവശ്യം വാൾ വീശാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലേ? അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നിന്റെ വാളുകൾ പോകുന്ന സ്ഥലത്തോട്ട് നിന്റെ കാലിന്റെ വിരലുകളും നീ ചൂണ്ടിക്കാണിക്കണം. വാൾ മുന്നോട്ട് വീശുന്ന സമയത്ത് നിന്റെ പകുതി കാൽ മുന്നോട്ട് വെക്കണം. അതുപോലെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ എന്ന് ഫാനിൽ അവനോട് പറയുന്നു. ഇത് കേട്ട ആസ്ത അവൻ പറഞ്ഞതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നു. സോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവനെ കൊണ്ട് വാൾ വീശാൻ സാധിക്കുന്നുണ്ട്. ഇത് കണ്ട ആസ്തയ്ക്ക് സന്തോഷം അടക്കി വെക്കാൻ സാധിക്കുന്നില്ല. എനിക്കറിയാമായിരുന്നു നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോന്ന്. ഹേയ്, ഇതെങ്ങനെ, നിങ്ങളും എന്നെ പോലെ സോഡ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആസ്ത. വാളുകൾ മാത്രമല്ല ഞാൻ യൂസ് ചെയ്യാറ്, നീ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ എന്നും പറഞ്ഞൊരു കമ്പും കൊണ്ടുവരുവാണ് ഫാൻസിൽ. വിൻഡ് മാജിക് എംബ്രോർ സ്ലാഷിംഗ് വിൻഡ്സ് എന്ന് പറഞ്ഞ് തന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് ആ കമ്പിൽ ഒരു സോഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുവാണ് ഫാൻസിൽ. ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എംബ്രോർ സ്ലാഷിംഗ് വിൻഡ്സ്. ഹേയ്, ഇത് കൊള്ളാവല്ലോ. നിങ്ങളുടെ മാജിക്കും അതിന് വെക്കുന്ന പേരുകളും വളരെയധികം നന്നായിട്ടുണ്ട്. ഹേയ്, നിങ്ങളെ കൊണ്ട് എന്നെ ട്രെയിനിങ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദയവ് ചെയ്ത് പറ്റില്ലെന്ന് മാത്രം പറയരുത് പ്ലീസ് എന്ന് പറയുവാണ് ആസ്ത. ഓക്കെ ഷുവർ, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഇത് കേട്ട് ആസ്തയ്ക്ക് ഒരുപാടധികം സന്തോഷാവുന്നു. ആസ്ത, നീ എന്തിനാ വളരെയധികം സ്ട്രോങ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നേ? കാരണം എനിക്കൊരു വിസാർഡ് കിങ് ആയി മാറണം. ഓ നൈസ്, കൊള്ളാവല്ലോ. അത് ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ ചിരിക്കുന്നില്ലേ? എന്തിന്? അല്ല, എന്നെ കൊണ്ടത് പറ്റില്ല. ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നടക്കാത്ത കാര്യമോ?
നീ അത് ട്രൈ ചെയ്ത് നോക്കാതെ അത് നടക്കാത്ത കാര്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആസ്ത, നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ഒരിക്കലും ചീത്ത കാര്യങ്ങൾക്ക് നീ ഉപയോഗിക്കരുത്. ആളുകളെ വെറുതെ വേദനിപ്പിക്കുന്നതോ ദുർബലരെ ഭീഷണിപ്പെടുത്തുന്നതോ ഒന്നും നീ ചെയ്യരുത്. ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ ആസ്ത അവന് പ്രോമിസ് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലാൻസിലുമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്തേനെയാണ്. നീ ശരിക്കും വേറെ ലെവലാണ് ആസ്ത. നിന്റെ ഡിഫൻസും അറ്റാക്കും വളരെയധികം നല്ലതാണ്. നിന്റെ മൂവ്മെന്റ്സും ഒരുപാടധികം ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഹേയ്, നിങ്ങൾ ഇത്രയധികം പവർഫുൾ ആയിരുന്നെങ്കിൽ ആ പന്നിയെ അന്ന് നേരിടാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചേനല്ലോ. അപ്പൊ എന്റെ കയ്യിൽ വാളോ ഗ്രിമോരോ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അതിനെ ഇല്ലാതാക്കിയേനെ. എന്തായാലും നിങ്ങൾ ശരിക്കും നല്ലൊരു ടീച്ചറാ എന്ന് പറയാണ് ആസ്ത. പണ്ട് ഞാൻ ടീച്ചർ പോലത്തെ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനോടകം 100-ൽ കൂടുതൽ സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ടോപ്പ് 3-ൽ വരാൻ പറ്റിയ ഒരാളാണ് നീ എന്ന് എനിക്ക് തോന്നുന്നു. എന്ത്, 3-ാം സ്ഥാനമോ? 2-ാം സ്ഥാനത്തൊക്കെ വരാൻ പറ്റുമായിരിക്കും. എന്തായാലും നിങ്ങൾ മാജിക് നൈറ്റിൽ ചേരുന്ന സമയത്ത് ഒരു ഗ്രേറ്റ് സ്പോർട്സ്മാൻ ആയി മാറുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്ത്, ശരിക്കും? പിന്നെ നമ്മൾ എന്തിനാ ഈ കാത്തിരിക്കുന്നേ? നമുക്ക് ഇനിയും ട്രെയിനിങ് ചെയ്യാം, വാ എന്ന് പറഞ്ഞ ആസ്ത അവനെ വിളിക്കുന്നു. അങ്ങനെ വീണ്ടും കുറെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന കാട്ടിലൂടെ ബ്ലാക്ക് കോളർ ജാക്കറ്റ് തൊട്ട് ആരോ ഇവരുടെ അടുത്തോട്ട് വരുവാണ്. നിങ്ങളെ കാത്തിരിപ്പിച്ചതിൽ ഐ ആം സോറി മാസ്റ്റർ നോസിൽ. ഓ മറിയല, നീ വന്നോ എന്ന് ചോദിക്കാണ് ഫാൻസിൽ. സോ അതാരാണെന്ന് ആസ്തയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇത് മറിയല, എന്റെ വിദ്യാർത്ഥികളിൽ ഒരാളാണ്. കാണാതായ എന്റെ ഫിനാൻസിയെ കണ്ടെത്താൻ ഞാൻ അവളോട് പറഞ്ഞിരുന്നു. ഓ, കാണാതായ ഫിനാൻസിയോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് അവരെ കണ്ടുപിടിച്ചൂടാ എന്ന് ചോദിക്കാണ് ആസ്ത. ചില കാരണങ്ങൾ കൊണ്ട് എന്റെ മൂവ്മെന്റ്സ് എല്ലാം എനിക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരി, അതിവിടെ ഡോമിനാന്റിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കാണ് ഫാൻസിൽ. സോറി മാസ്റ്റർ, ഇതെങ്ങനെ പറയണോന്ന് എനിക്കറിയില്ല. അവർ ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് അവരുടെ സ്റ്റോറി എന്താണെന്ന് ആസ്തയ്ക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ഫാൻസിലും അവരുടെ ഫിനാൻസി ആയിട്ടുള്ള ഡോമിനയും ഡയമണ്ട് കിങ്ഡത്തിലെ ആർമിയിലെ മെമ്പേഴ്സ് ആയിരുന്നു. എന്ന ആർമിയുടെ എല്ലാ തീരുമാനങ്ങളും പൊരുത്തപ്പെടാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇനി അവിടെ നിന്ന് ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് തടയാൻ ശ്രമിച്ച അവിടുത്തെ ഗാർഡ്സിനെ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അത് കാരണം അവർ രണ്ടുപേരും 2 വഴിക്ക് പോവേണ്ടതായി വന്നു. അങ്ങനെയാണ് ഡോമിനെ കണ്ടുപിടിക്കാൻ മറിയല്ലയോട് ഫാൻസിൽ സഹായം ചോദിക്കുന്നത്. സോ ഗാർഡ്സിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി ഓരോ പ്രാവശ്യവും മാറി താമസിക്കുന്ന സമയത്ത് അവനെ തേടി വന്നുകൊണ്ടേയിരിക്കുകയാണ് ഡയമണ്ട് കിങ്ഡത്തിലെ ഗാർഡ്സ്. ഒരുപക്ഷെ അവർ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഡൊമിനെയും അവന്റെ കൂടെ ഉൾപ്പെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കാട്ടിൽ ഒഴിഞ്ഞു നടക്കുന്ന ഈ വീട്ടിൽ താമസിക്കാൻ അവൻ നിർബന്ധിതനായത്. അവരെ അന്വേഷിച്ചു പോയപ്പോ എനിക്ക് ഇത് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് മറിയില്ല ഡൊമിനയുടെ ഒരു മാജിക് സ്റ്റിക്ക് അവന് കൊടുക്കുന്നു. ഇത് കണ്ട് ഫാൻസിലിന് ഒരുപാടധികം സങ്കടമാവുന്നുണ്ട്. ഐ ആം സോറി, എനിക്ക് കുറച്ചുനേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് അവൻ വീടിനകത്തോട്ട് പോകുന്നു. ഡൊമിനയുടെ ആ സ്റ്റിക്ക് അവന്റെ കൂടെയുള്ളപ്പോ അവൾ കൂടെയുള്ളതുപോലെ അവന് തോന്നുവാണ്. അപ്പോഴാണ് മാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് മറിയില്ല അങ്ങോട്ട് വരുന്നത്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. അന്ന് എന്നെയും മറ്റുള്ളവരെയും രക്ഷപ്പെടാൻ നിങ്ങൾ സഹായിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ മുഖത്ത് ഇപ്പൊ ഒരു ചെറിയ പുഞ്ചിരിയുണ്ടെന്ന് എനിക്കറിയാം. അന്ന് ഞാനല്ലാത്ത ബാക്കിയുള്ള എല്ലാവരും മരിച്ചു. ഇത് കേട്ട് ഫാൻസിൽ അവളെ നോക്കുന്ന സമയത്താണ് അവളുടെ പുറകിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് അവൾ അവനെ കുത്തുന്നത്. ഡയമണ്ട് കിങ്ഡത്തിന്റെ അസാസിൻ എന്ന നിലയിൽ ഞാനിത് ചെയ്തേ പറ്റൂ. പെട്ടെന്നാണ് ഡയമണ്ട് കിങ്ഡത്തിലെ ഒരുപാട് മേജേഴ്സ് അങ്ങോട്ട് വരുന്നത്. അവരെല്ലാവരും ചേർന്ന് അവനെ അവിടെ പിടിച്ചു വെക്കുന്നു. ഹേയ്, നീ എന്ത് ഈ ചെയ്യുന്നേ എന്ന് ചോദിക്കാണ് ഫാൻസിൽ. ഇതെന്റെ ജോലിയാണ്, എനിക്ക് ചെയ്തേ പറ്റൂ. ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ മറ്റുള്ളവരെ പോലെ അവർ എന്നെയും കൊന്നേനെ. പക്ഷെ നീ പേടിക്കണ്ട, നിന്നെ അവർ കൊല്ലില്ല. നിന്നെ ജീവനോടെ കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ മാജ് ഇപ്പോ അവസാന ഘട്ടത്തിലോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ ഘട്ടത്തിലോട്ട് പോകാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. എനിക്കറിയാം മോറിസ്, അവനൊരു വെപ്പൺ പോലെ അവനെ പറ്റി സംസാരിക്കുന്നത് ആദ്യം നിർത്തണം. ഓ തീർച്ചയായിട്ടും, അത് അത്ര വലിയ പ്രശ്നമല്ല എന്ന് പറയുവാണ് മറിയില്ല. അപ്പോഴാണ് അവിടെയുള്ള ഡോറും തല്ലിപ്പൊളിച്ച് അങ്ങോട്ടൊരാൾ വരുന്നത്. ഹേയ്, നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ് ആസ്ത. ഹേയ്, നീ എന്തേ ചെയ്യുന്നേ? നിന്റെ മാസ്റ്റർ അല്ലേ അത്? തീർച്ചയായിട്ടും അവരെന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇപ്പോ ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. അതിനുള്ള നന്ദി എനിക്ക് എപ്പോഴും അവരോടുണ്ടാകും. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചിരുന്ന എനിക്ക് എന്റെ ജോലി ചെയ്യാൻ സാധിക്കില്ല. ശരി, വളരെ കുറച്ച് ദിവസം മാത്രം പരിചയമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി നീ മരിക്കാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ ആസ്തയ്ക്ക് നേരെ ആ കുഞ്ഞി കത്തി നീട്ടുവാണ് അവൾ. മരിക്കാതെ തന്നെ അവരെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്ന് വിളിച്ചു പറയാണ് ആസ്ത. ഹേ ആസ്ത, വേണ്ട, അവള് പറഞ്ഞതും ശരിയാ. നീ ഇവിടെ നിന്നും പോ. ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നല്ലതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ എന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ? ശരിയാണ്, പക്ഷെ നിങ്ങളെ വിട്ടിട്ട് പോവാൻ നിങ്ങളെ എനിക്ക് വഴിന്ന് കിട്ടിയ ഒരു സുഹൃത്ത് മാത്രമല്ല. എനിക്കറിയാം ആസ്ത, ഞാൻ പറയുന്നത് നീ കേൾക്ക്. നീ ഇവിടെ നിന്നും പോ. ഇവരെ നേരിടാൻ എനിക്ക് നിന്റെ സഹായം വേണമെന്നില്ല ആസ്ത.
തീർച്ചയായിട്ടും നമ്മൾ ഇനിയും കണ്ടുമുട്ടും. ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ഇത് കേട്ട് ആസ്ത അവിടെ നിന്നും പോവാണ്. ഐ ആം സോറി ആസ്ത, ഇത് നിന്റെ നല്ലതിനാ എന്ന് പറഞ്ഞ് ഡോമിനെയും പറ്റി ചിന്തിക്കുകയാണ് അവൻ. പെട്ടെന്നാണ് അവിടെ നിന്നും പോയ ആസ്ത തന്റെ സോഡും വീശി അങ്ങോട്ട് ഓടി വരുന്നത്. ഫാസിലിനെ പിടിച്ചു വെച്ചിരുന്ന മേജനിട്ട് ഒറ്റ അടി അങ്ങ് കൊടുക്കുന്നു. ആസ്ത, ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി നീ ഇവിടെ നിന്നാ ശരിയാവില്ല. ഇവിടെ നിന്നും പോവാൻ നോക്ക്. ഇല്ല എന്ന് പറഞ്ഞ് മറ്റൊരു മേജനെ കൂടി അടിച്ച് താഴെ ഇടുവാണ് ആസ്ത. എന്തായാലും നിങ്ങൾക്കിപ്പോ ഇവിടെ ഒരു പ്രതീക്ഷയില്ല, ജീവിക്കാൻ കാരണവും ഇല്ല. കൂടെ ഇനി ആരുമില്ലെന്ന് മനസ്സിലായ അത് സ്വാഭാവികമായിട്ടും തോന്നുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കി ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഒരാളെ സഹായിക്കുക എന്ന് വിളിച്ചു പറയുകയാണ് ആസ്ത. ഇതേ സമയം വീണ്ടും ആ മേജസ് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. വിൻ ക്രിയേഷൻ മാജിക് എംബറർ സ്ലാഷിംഗ് വിൻസ് വിൻഡോ വിൻ എന്ന് പറഞ്ഞ് ഫാൻസിൽ അവരെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോഴാണ് പുറകിൽ നിന്നിരുന്ന മറിയിൽ ആസ്തയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ തന്റെ സോഡ് ഉപയോഗിച്ച് ആസ്ത അത് ഡിഫീറ്റ് ചെയ്യുന്നു. നിങ്ങളെ ഇല്ലാതാക്കാൻ ഇതൊന്നും പോരെന്നാ എനിക്ക് തോന്നുന്നേ. അതെ, ഓരോന്നിന്റെ അവസാനം നമ്മൾ വേണം കണ്ടെത്താൻ. ഇത് ഞാൻ അവസാനിക്കാനുള്ള സമയമല്ലെന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന് ഫാൻസിൽ പറയുന്ന സമയത്താണ് ശരി, ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന് മറിയില പറയുന്നത്. ഇത് കേട്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിന് കുറഞ്ഞത് 3 ഇരട്ടി സൈനികരെങ്കിലും ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യണം. ഇനി നിങ്ങളുടെ എണ്ണം പകുതിയായാൽ നിങ്ങളുടെ ടാക്ടിക്സ് മാറ്റണം. വീണ്ടും പകുതിയായാൽ പിന്നെ നിങ്ങൾ പിന്മാറണം എന്നൊക്കെ എന്നെ ഒരാൾ പഠിപ്പിച്ചിട്ടുണ്ട്. ശരി, ഇതൊന്നും ഇവിടെ അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് മറിയില അവിടുന്ന് പോവാൻ വേണ്ടി നിൽക്കുവാണ്. ഞാൻ നിന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് നീ എന്റെ പുറകെ ഓടുവായിരുന്നല്ലേ? എനിക്കറിയാം, ഡൊമിന ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവളെ കണ്ടെത്തും എന്ന് ഫാൻസിൽ അവളോട് പറയുന്നു. ഇത് കേട്ടതും അവൾ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഡയമണ്ട് കിണ്ടത്തിലെ ആളുകൾ അവൻ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചത് കൊണ്ട് ഇനി മറ്റൊരു സ്ഥലത്തോട്ട് മാറി താമസിക്കാൻ പോകുന്ന ഫാൻസിലിനെയാണ്. ഹേയ്, നിങ്ങൾ ശരിക്കും പോവാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ് ആസ്ത. അതെ, എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം കാലം ഞാൻ ഡൊമിനയെ അന്വേഷിക്കും. ഞാൻ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ അത് ചെയ്യാതെ ഞാൻ ഒരിക്കലും മരിക്കില്ല. ഈ ഒരു വിശ്വാസം എനിക്ക് തന്നത് നീയാണ് ആസ്ത. ഒരുപാട് നന്ദിയുണ്ട്. ഹേയ്, നിങ്ങളപ്പോ ശരിക്കും പോവുകയാണോ? ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാത്തവർക്കും ടൈം വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും പോകുന്നത് എന്ന് കരുതി ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ ആസ്ത? ചെല്ല്, നീ ആഗ്രഹിക്കുന്നതെല്ലാം തീർച്ചയായിട്ടും ഒരു ദിവസം നീ നേടിയെടുക്കും. പോയി വിസാർക്കിങ് ആവടാ എന്ന് പറഞ്ഞ് ടാറ്റയും കൊടുത്ത് അവിടെ നിന്ന് പോവാണ് ഫാൻസിൽ.